ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേവസ്വം ബോർഡിൻ്റെയും ഒപ്പം തന്നെ സർക്കാരിൻ്റെയും ഒക്കെ വിശ്വാസ്യത തന്നെ സംശയിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ ശബരിമലയിൽ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഈ സ്പോൺസർ വിവാദമുണ്ടല്ലോ, ആ സ്പോൺസർ വിവാദം ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇവർ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത വീഡിയോകളിലൊക്കെ നമ്മൾ പറയുന്നത് മുരാരി ബാബു അടക്കമുള്ളവരുടെ കാര്യം പറഞ്ഞു. മുരാരി ബാബു ഒക്കെ ഇപ്പോൾ കസ്റ്റഡിയിലാണ്, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും, അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇവർ മാത്രമല്ല, ഇതിനകത്ത് ചില ചെറിയ ആൾക്കാർ കൂടി ഇതിനകത്തുണ്ട്. അവരൊന്നും നമ്മൾ അറിയാതെ പോകുന്നവരാണ്. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള വരുന്ന വാർത്തകൾ വരുന്നുണ്ട്. അത് ഈ ദേവസ്വം ബോർഡിലെ പല ഉന്നതരും ഈ വിവാദ വ്യക്തികളുമായിട്ട്, അതായത് ഈ സ്പോൺസറുമായിട്ടൊക്കെ ഉള്ള രഹസ്യ ചർച്ച ചെയ്യുന്നത് പോലും ഈ ഫോട്ടോഗ്രാഫറുടെ മൊബൈൽ ഫോൺ വഴിയാണ് എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഫോൺ വഴിയുള്ള ബന്ധമല്ല, എല്ലാം വാട്സാപ്പ് വഴിയാണ് ഇവരുടെ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ഉന്നതർ ധൈര്യസമേതം ഇതിനകത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് ആ കോൾ റെക്കോർഡ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നതല്ലല്ലോ ഈ വാട്സപ്പ് വഴിയാകുമ്പോൾ. അപ്പോൾ ഈ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ പോലും ഈ വിവാദ വ്യക്തികളുമായിട്ട് ഉന്നതർക്കുള്ള ബന്ധമുള്ള തെളിവ് പോലും ഇതിനകത്ത് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ പല രഹസ്യ കൂടിക്കാഴ്ചകളും ഈ ഫോട്ടോഗ്രാഫറുടെ ഒരു സാന്നിധ്യത്തിലാണ് നടന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കൂടിക്കാഴ്ചയുടെ തെളിവുകളൊക്കെ ഈ ക്യാമറയിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശബരിമലയെ ഏറ്റവും കരുത്തുള്ള വ്യക്തിയായിട്ട് ഈ ഫോട്ടോഗ്രാഫർ മാറുകയാണെന്നുള്ളതാണ്. ഏറ്റവും കരുത്തുള്ള അപ്പോൾ ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ചില വാർത്തകളിൽ അല്ലെങ്കിൽ ചില വീഡിയോകളിൽ പറഞ്ഞതുപോലെ ശബരിമലയിൽ എന്തും നടക്കും. ഈ പറയുന്ന പോലെ ഒരു അണിയാനൊരു ഐഡൻറ്റിറ്റി കാർഡ് മാത്രം മതി. ആ ഒരു അണിയുന്ന ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് എന്ത് ചെറ്റത്തരവും ഈ പറയുന്ന ശബരിമലയിൽ നടത്തുന്ന വൃത്തികെട്ടന്മാരുടെ കൊള്ള സങ്കേതമായി മാറി എന്ന് വേണമെങ്കിൽ തന്നെ ഈ ശബരിമലയെക്കുറിച്ച് പറയേണ്ടി വരും. ഇവിടെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു, ദേവസ്വത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീട് വാലുകാച്ചിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി സംബന്ധിച്ചതായിട്ടുള്ള ചില സൂചനകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റാരും എത്തിയില്ലെങ്കിൽ അവരെല്ലാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തെളിവുകളടക്കം ഈ പറയുന്ന ഫോട്ടോഗ്രാഫറുടെ കയ്യിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനിയോ ഇവിടെ പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ദ്രൗപദി മുർമു രാഷ്ട്രപതി ശബരിമലയിലേക്ക് പോയത് ഈ ദേവസ്വം ബോർഡിൻ്റെ വാഹനത്തിലാണ്. ഇതടക്കം ഈ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ചരട് വലിച്ചിരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ ഫോട്ടോഗ്രാഫറാണ്. മുമ്പ് പ്രസിഡൻ്റായിരുന്ന ഒരാളുടെ വിദേശയാത്രയിലെ അന്ന് ഒരു നിക്കർ ഫോട്ടോ ധരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതടക്കം അന്ന് കാണിച്ചിരുന്നു. അത് ശബരിമലയൊക്കെ ഞെട്ടിച്ചിരുന്നു. കാരണം നമ്മളെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ബർമുഡയൊക്കെ ഇട്ട്, നിക്കർ എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അതൊക്കെ ഇട്ട് നിൽക്കുന്ന ചിത്രമടക്കം അന്ന് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള തെളിവുകളടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോട്ടോഗ്രാഫറുടെ ഫോൺ വഴി പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായ തെളിവുകൾ കൃത്യമായിട്ട് ലഭിക്കും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പം കൈമാറുന്ന ഉത്തരവ് അപ്പോൾ ഇനിയും ഈ ദേവസ്വം ബോർഡിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഹൈക്കോടതി മാത്രം ഇതിനകത്ത് വലിയൊരു ഉറച്ചൊരു നിലപാടിലേക്ക് അവരെത്തുകയാണ്. അതായത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണം, ആ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയത്. അപ്പോൾ ആ മിനിറ്റ്സിൽ കൃത്രിമം കാണിക്കുമെന്ന് കോടതിക്ക് സംശയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് പിടിച്ചെടുക്കണം എന്ന് പറയപ്പെടുന്നത്. ഇനി ക്രിമിനൽ ഗൂഢാലോചനയും പൊതുമുതൽ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കിയതിനാൽ അഴിമതിയും വളരെ കൃത്യമായി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് SIT റിപ്പോർട്ടിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത് പോലെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അഴിമതി, നമ്മൾ ആദ്യമേ സൂചിപ്പിക്കുന്നത് പണം കക്കുക അല്ലെങ്കിൽ സ്വർണം കട്ടെടുക്കുക എന്ന് പറയപ്പെടുന്ന അഴിമതിയുടെ ഭാഗം തന്നെയാണല്ലോ. 2019 മുതലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ ഇപ്പോൾ ഈ 2 വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യമുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ അഴിമതിയും മറ്റൊന്ന് ക്രിമിനൽ ഗൂഢാലോചനയും എന്നുള്ള 2 വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫറെ ചോദ്യം ചെയ്താൽ ഇതിനകത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കും. അപ്പോൾ കേസും അന്വേഷണവും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ള സൂചന ഇതിനകത്ത് ഇപ്പോൾ SIT തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ SIT നൽകുന്ന സൂചനകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹായികളുടെയൊക്കെ വെളിപ്പെടുത്തലുകൾ അത് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം, അത് പഴയതും പുതിയതും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലുള്ളവരടക്കം ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ സംരക്ഷിച്ച് തുടക്കം മുതൽ സംസാരിച്ച ദേവസ്വം മന്ത്രി VN വാസവനുണ്ടല്ലോ, ആ VN വാസവൻ്റെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ SIT മുന്നോട്ട് വെക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള
കോടതി നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായ പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചനയാണ് സ്വർണ്ണക്കവർച്ച വിവാദമാക്കിയത് എന്നൊക്കെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിൻ്റെ വാദമെന്ന് പറയുന്നത്. ആദ്യം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, പക്ഷേ പിന്നെ അത് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ ബോർഡിൻ്റെ വീഴ്ചകൾ അധികം പറയാത്തത് പ്രശാന്തിന് ആശ്വാസമാകുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ റിപ്പോർട്ടിൻ്റെ ബലത്തിലാണ് മന്ത്രി വാസവനും ഈ പറയുന്ന പോലെ ബോർഡിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ പത്മകുമാർ പ്രസിഡൻ്റായിരുന്ന ദേവസ്വം ബോർഡിനെ, ആ ദേവസ്വം ബോർഡിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി തടിതപ്പാമെന്ന് കരുതിയ മന്ത്രിക്കും ബോർഡിനുമൊക്കെ ഇപ്പോൾ കോടതിയുടെ പരാമർശം എന്ന് പറയപ്പെടുന്ന വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിനും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ആ പങ്ക് കൂടി അന്വേഷിക്കപ്പെടേണ്ട തരത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 2019 മാത്രമല്ല 2025 സ്വർണം പൂശാൻ തുടക്കമിട്ടതും മുരാരി ബാബുവാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഇക്കാര്യം ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കം ഇന്ന് ഉണ്ടാകുവാനുള്ള സാധ്യത, മറ്റ് അറസ്റ്റുകൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല മൊഴികളും ഈ മുരാരി ബാബുവിന് എതിരായതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ്. അത് ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. മാത്രമല്ല ഇത് ഇപ്പോൾ ഇതിനോടൊപ്പം ശബരിമല എത്രത്തോളം വിവാദമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു കലുഷിതമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് പിന്നിൽ ഒരിക്കലും ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറം ഇതിനെ മൂടി വയ്ക്കാൻ കാണിച്ച ഒരു സാധ്യത എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ കാണിച്ച ഒരു ബുദ്ധി എന്ന് പറയപ്പെടുന്നത്. പലപ്പോഴും ഈ ഹൈക്കോടതി ഉയർത്തുന്ന നിർണായകമായ ചോദ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ ഈ കോടതി അലക്ഷ്യത്തിന് വരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ നിർണായകമാണ്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്ന് പറയപ്പെടുന്നത് എല്ലാ അർത്ഥത്തിലും ഞെട്ടിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വളരെ കൃത്യമാണ്. കാരണം ഇവിടെ നമുക്കറിയാം 2025 പോലും തന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ആ സമയത്തിനുള്ള, അതായത് PS പ്രശാന്ത് ആണെന്നല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പ്രസിഡന്റ്, അപ്പോൾ അയാളുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് അക്ഷരാർത്ഥത്തിൽ ഇതിനകത്ത് വെട്ടിലാകുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഇവർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. VN വാസവൻ അടക്കം ഈ പറയുന്ന പോലെ പ്രശാന്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിർത്തിയാൽ പോലും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതായത് 2024 ദ്വാരപാലകർക്കും പീഠങ്ങൾക്കും നിറം മങ്ങിയത് തിരുവിതാംകൂറിൻ്റെ, അല്ലെങ്കിൽ അന്ന് തിരുവിതാംകൂറിൻ്റെ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും വിലയിരുത്തിയിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ 2025 അറ്റകുറ്റപ്പണി ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? അത് ഈ PS പ്രശാന്ത് നിലവിൽ വന്ന പ്രസിഡന്റാണല്ലോ. അവരറിയാതെ നടക്കുമോ? അപ്പോൾ 2025 അറ്റകുറ്റപ്പണി ഏൽപ്പിച്ചിരിക്കുന്നു തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്. ഈ തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ച കത്തിൽ ദ്വാരപാലകരെ ഇളക്കാൻ അനുവദിച്ചിരുന്നു, എന്നാൽ വാതിലിൻ്റെ ഭാഗങ്ങളും മറ്റും സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്താനാണ് പറഞ്ഞിരുന്നത് എന്നാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയത്? അപ്പോൾ 2025 ഇടപാടിന് തിരുവാഭരണം കമ്മീഷൻ ആദ്യം വിയോജിപ്പ് അറിയിക്കുകയും പിന്നീട് നിലപാട് മാറ്റി പോറ്റിക്ക് കൈമാറാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതായത് പാളികൾ ഇളക്കിയത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് എന്നും കോടതി ഇതിലൂടെ നിരീക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിലവിലെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് നിലവിലെ ബോർഡിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഹൈക്കോടതി നടപടികൾ രഹസ്യമാക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ സമർപ്പണം അടക്കമുള്ള ഹൈക്കോടതി നടപടികൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡിൻ്റെയും അഭിഭാഷകരുടെയും അടക്കം കാര്യങ്ങൾ വളരെ രഹസ്യമായി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി 2019 ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുവാൻ ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്തു എന്നുള്ളത് കോടതിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. 2019 ജൂൺ 28 ദേവസ്വം കമ്മീഷണർക്ക് വേണ്ടിയിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ, അന്നത്തെ ഫിനാൻസ് ഇൻസ്പെക്ഷനാണ്, ആ സമയത്ത് ഈ ദേവസ്വം കമ്മീഷണർ പാളികൾ പോറ്റിക്ക് കൈമാറാൻ അനുമതി തേടിയെത്തുന്നു. ഇതിന് പിന്നാലെ ബോർഡ് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി ഇതിന് അനുമതി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചെമ്പുപാളികൾ 2019 ശേഷമാണ് ചെമ്പുപാളികളായത് എന്നുള്ളത്. അതുവരെ അത് സ്വർണ്ണപ്പാളികളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പീഠങ്ങളും ഇതിനോടൊപ്പം കൊടുത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശബരിമല ദ്വാരപാലക ശില്പപാളി കേസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. പക്ഷേ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായി നടക്കണമെന്നും ഇനി മുമ്പോട്ടുള്ള അന്വേഷണങ്ങൾ വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് തന്നെയാണ് കോടതിക്ക് മനസ്സിലായിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അന്വേഷണങ്ങൾ കൃത്യമായി എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ആസൂത്രിതമായിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ
സംശയമില്ല. അതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇത് വേണ്ടത് തന്നെയാണ് എന്ന് കോടതി ഒരു ഇടക്കാല ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഉന്നത ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ ഏതൊക്കെ ശ്രേണിയിലുള്ള ജീവനക്കാർ ക്രമക്കേടിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അത് മാത്രമല്ല, ഇതിനകത്ത് പങ്കുള്ളവരെ എല്ലാ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കോടതി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് കോടതിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. പക്ഷേ ഇതിനകത്തെ രാഷ്ട്രീയ ഇടപെടലുകൾ വല്ലാതെ അനിശ്ചിതത്വത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ അന്വേഷണ വിവരങ്ങളൊക്കെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള റിട്ട് ഹർജി സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ രജിസ്ട്രിയോടുകൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ കടുത്ത തീരുമാനത്തിലേക്കാണ് കോടതി എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി, കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി, ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, സംസ്ഥാന പോലീസ് മേധാവി, കൂടാതെ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ, അതായത് സ്റ്റേറ്റ് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന എന്നിവരാകും പുതിയ ഹർജിയിൽ കക്ഷികളായിട്ട് ചേരുക. അങ്ങനെ ബോർഡിൻ്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കുവാനും ഒരു നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപ്രകാരം മിനിറ്റ്സ് പ്രത്യേക അന്വേഷണ സംഘം വാങ്ങുകയും 2019 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളയിൽ നിന്നും ഈ സ്വർണം കാണാതായതിൽ 2 കേസ്, അതാണ് നിലവിലെ സാഹചര്യത്തിൽ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1998-99 ശ്രീകോവിൽ അടക്കം സ്വർണം പൊതിഞ്ഞത് അത് 30.291 കിലോഗ്രാമാണ്. അത്രയും സ്വർണം കൊണ്ടാണ്. എന്നാൽ 2019 ചെമ്പുപാളികൾ എന്ന വ്യാജേന പോറ്റിക്ക് ഇത് കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ തൂക്കമടക്കം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മഹസറിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ദേവസ്വം തലപ്പത്തുള്ളവർ ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതൊന്നും ചെയ്യാനാണ് അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ 474.9 ഗ്രാം സ്വർണമാണ് അന്ന് കുറവ് വന്നിരുന്നത്. ഇത് വീണ്ടെടുക്കാൻ ആരും ശ്രമിക്കാത്തത് ബോധപൂർവമാണ് എന്ന് കോടതിക്ക് കൂടി മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ 2025 പാളികൾ പോറ്റിക്ക് തന്നെ കൊടുത്തുവിട്ടത് അതെന്തുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിട്ടതാണ് സംശയാസ്പദമാണ് എന്ന് കോടതി കൂടി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് നമ്മൾ അന്വേഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് നടക്കുന്നുണ്ട്. ഈ വളരെ അതായത് 6 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കേണ്ട അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചത്തെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനിയും 2 ആഴ്ച റിപ്പോർട്ടുകൾ അടുത്ത 2 ആഴ്ച കൂടി കഴിയുമ്പോൾ ഈ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടതുണ്ട്. അത് കോടതിയെ അറിയിക്കുകയും വേണം. ഒപ്പം തന്നെ ഇതിനകത്തെ യഥാർത്ഥ സ്കൾപ്റ്റേഴ്സ്, യഥാർത്ഥ കുറ്റവാളികൾ ഇതിനകത്ത് ഇടപെട്ടുള്ള ഇത് 1-2 പേരിൽ ഒതുങ്ങുന്നതല്ലല്ലോ. ഇതൊരു വലിയ സംഘമാണ്. ഇതിനകത്ത് ഒരു ക്രിമിനൽ ഗൂഢാലോചന, അതിനകത്ത് വലിയ കോൺസ്പിറൻസി നടത്തിയിരിക്കുന്നു. ആ കോൺസ്പിറൻസി ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാരൊക്കെയാണ്, പ്രവർത്തിച്ചവരാരാണ്, കോടികൾ സമ്പാദിച്ചവരാണ് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇനി അറിയേണ്ടത് മാത്രമല്ല. എല്ലാവരെക്കുറിച്ചും ഏകദേശ ധാരണകളൊക്കെ എല്ലാവർക്കുമുണ്ട്, പൊതുസമൂഹത്തിനടക്കമുണ്ട്. കോടതി ആ നിരീക്ഷണം നടത്തുകയാണ്. എല്ലാവരിലേക്കും അന്വേഷണം പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനുള്ള പങ്ക് ഒരിക്കലും മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് VN വാസവനാണെങ്കിലും ഈ PS പ്രശാന്ത് ആണെങ്കിലും ഇതിന് മുൻപുള്ള ബാക്കി ദേവസ്വം പ്രസിഡന്റുമാരാണെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ദേവസ്വം മന്ത്രിമാരാണെങ്കിലും ഇവരൊന്നും അറിയാതെ, അതാണ് കോടതിയുടെ നിരീക്ഷണം എന്ന് പറയപ്പെടുന്നത്, ഇവരൊന്നും അറിയാതെയാണോ ഇതെല്ലാം നടക്കുന്നത്? തന്ത്രി അറിയാതെയാണോ പൂജ നടക്കുന്നതെന്ന് പറയുന്നത്? അപ്പോൾ തന്ത്രി അറിയാതെ പൂജ നടക്കാറില്ലല്ലോ എന്ന് പറയുന്ന പോലെ എല്ലാ പൂജകളും എല്ലാ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ആ അമ്പലവും അല്ലെങ്കിൽ ക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ തന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നയിക്കുന്ന മന്ത്രി എന്ന് പറയപ്പെടുന്നത് ദേവസ്വം വകുപ്പ് എന്ന് പറയപ്പെടുന്ന വകുപ്പിനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് അറിയുവാനും ശ്രമിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയേണ്ട ആളാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, അങ്ങനെ അല്ല എന്ന് പറയുന്ന ആൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് നിങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുക. അപ്പോൾ ഇതിനകത്ത് VN വാസവനാണെങ്കിലും ഇതിന് മുമ്പിരുന്ന മന്ത്രിമാരാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്ത നടപടികൾ കൃത്യമായിരുന്നു, വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കിയതാണോ ഈ പരിപാടികളെല്ലാം? 98-99 കാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും ഒരാളെ മാറ്റിവെക്കണ്ട. അത് UDF ഭരിച്ചപ്പോൾ ഉള്ള മന്ത്രിമാരാണെങ്കിലും ശരി, LDF ഭരിച്ചപ്പോൾ ഉള്ള മന്ത്രിമാരാണെങ്കിലും ശരി, UDFൻ്റെയും LDFൻ്റെയും കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണെങ്കിലും ശരി, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ശരി, ഇവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആരാണോ ഇതിനകത്ത് കളവിന് കൂട്ടുന്നത് അവരെ എല്ലാവരെയും ഇതിനകത്ത് കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ ആദ്യം ചില വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഈ ശബരിമല എന്ന് പറയപ്പെടുന്നത് ഒരു വെള്ളാനെ പോലെയാണ്. എല്ലാവർക്കും എന്തും അവിടുന്ന് കട്ടെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടു. ആരും ആരോടും ഒരു തരത്തിലും ബന്ധപ്പെട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ അവിടെ ആർക്കും എന്തും ചെയ്യാം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് സമ്പാദിക്കുക, അതിനുശേഷം ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള
പരിപാടികൾ നടപ്പിലാക്കുക. പണം പിടുങ്ങുന്ന പല സമ്പ്രദായങ്ങളും അവിടെ നടപ്പിലാകുന്നുണ്ട്. ആരും അറിയാതെ നടക്കുന്ന എത്രയോ വ്യാജ സംവിധാനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ പണം വാങ്ങി ഈ പറയുന്ന പോലെ ദർശനത്തിന് അവസരം ഒരുക്കി കൊടുക്കുന്ന അവിടുത്തെ ദേവസ്വം ബോർഡിൽ തന്നെ ചെറിയ ഉദ്യോഗസ്ഥരുണ്ട്, താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ പറയുന്ന ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഐഡൻറ്റി കാർഡിൻ്റെ ബലത്തിൽ മാത്രം അവിടെ ജീവിക്കുന്നവരാണ്. അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഞാൻ പറയില്ലേ, നമ്മൾ ഈ വലിയ സ്വർണ്ണപ്പാളിയിലും സ്വർണ്ണത്തിലും കിടന്ന് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ കോടികൾ അവിടെ നിന്ന് കട്ടുകൊണ്ടുപോകുന്നു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങൾ നിൽക്കുമ്പോൾ, അവിടെ കടുക് പോലെ ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കടുക് പോകുന്ന അറിയില്ല എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മോഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് ശർക്കരയായിട്ടും നെയ്യായിട്ടും പലതരത്തിലുള്ള സാധനങ്ങളായിട്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഇതിന് പിന്നിൽ ഒട്ടേറെ പേരുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല പോലൊരു സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനങ്ങളില്ല. ഒരു തരത്തിലും ആരോടും യോജിക്കുന്ന, അല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാവുന്ന തരത്തിലേക്ക് ഒരു ശബരിമല എന്ന് പറയപ്പെടുന്ന ഒരു ഭക്ത കേന്ദ്രം, വിശ്വാസ കേന്ദ്രം മാറിപ്പോയിരിക്കുന്നു. അതിനെ ആർക്കും കൈയിട്ട് വാരാവുന്ന തരത്തിലേക്കും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള മുതലുകളാക്കി മാറ്റുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ശബരിമലയുടെ ദൗർഭാഗ്യം എന്ന് പറയപ്പെടുന്നത്. എന്തായാലും ഈ 2025 ഈ 6 ആഴ്ചത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം കൃത്യമായ റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിനകത്ത് നമ്മളീ പറഞ്ഞ, ഇപ്പോൾ ഹൈക്കോടതി തന്നെ സംശയമുനയിൽ നിർത്തിയിരിക്കുന്ന മന്ത്രിമാരാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും എത്ര പേർ അകത്താകും, എത്ര പേർ അറസ്റ്റിലാകും എന്നത് ഈ 6 ആഴ്ചയ്ക്കുള്ളിൽ അറിയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.